കേരള രാഷ്ട്രീയം എ സർട്ടിഫിക്കറ്റിലേക്ക് പോകരുത് എന്നാണ് നമ്മുടെ കണ്ണോത്ത് മുരളീധരൻ, കെ മുരളീധരൻ പറയുന്നത്. അദ്ദേഹം പറയുന്നു, സതീശന്റെ കയ്യിൽ ഒരു ബോംബുണ്ട്, അത് പൊട്ടിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ പാലക്കാട് കൃഷ്ണകുമാറിനെതിരെ സതീശന്റെ ഇടപെടൽ ഉണ്ടായത് അതൊരു ബോംബല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് സാർ കെ മുരളീധരൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് സാമ്പിൾ വെടിക്കെട്ടായിരുന്നിരിക്കുക അല്ലേ? അല്ല, മുരളീധരന് വളരെ കാര്യഗൗരവത്തോടാണ് പറയുന്നത്. അതെ, ഞാൻ മുരളീധരന്റെ ഇപ്പോഴുള്ള പ്രസ്താവനകളെല്ലാം ഞാൻ നോക്കാറുണ്ട്. കാരണം ജനങ്ങളോട് ചേർന്ന് നിൽക്കുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വരിക. ഇപ്പൊ സമീപ സമയത്ത് എന്താണ് നമ്മൾ കാണുന്നത്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുക, വളരെ ബൗദ്ധികമായി ഉയരത്തിൽ നിൽക്കുക, ആശയപരമായിട്ടൊക്കെ സംഘർഷം ഉണ്ടാകും. EMS ഒക്കെ കാലം നോക്കിക്കേ, EMS ഒക്കെ ആയിട്ട് എതിർചേരിയുമായിട്ട് ആശയപരമായിട്ടൊക്കെ വലിയ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നിട്ടില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരൂ. ഇതൊക്കെ എന്താണ്? ലൈംഗിക അപവാദം, അത് ഇത് ഉടനെ ഒരു മറിച്ച് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ വേറെയുണ്ട് നിങ്ങളുടെ പക്ഷത്തുള്ളവര്. ഇതല്ലല്ലോ വേണ്ടത്. ഇതിനിടയ്ക്ക് തമസ്കരിക്കപ്പെട്ടു പോകുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. ജനകീയ പ്രശ്നങ്ങൾ പോവുകയാണ്. അതെ, ജനങ്ങളുടെ ആവശ്യങ്ങൾ. ഈ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം, കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവിടെ സാധാരണ ജനങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടു. പൊതുവിപണിയിൽ വലിയ വിലക്കയറ്റം, ക്ഷേമ പെൻഷൻ അവർക്ക് കിട്ടുന്നില്ല, സപ്ലൈകോയില് സാധനങ്ങളില്ല. CPIയുടെ തന്നെ ജില്ലാ സമ്മേളനങ്ങളിൽ പറഞ്ഞ കാര്യമാണ്, പാറ്റയ്ക്ക് കഴിക്കാൻ പോലും ഇല്ല. ആ പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടി ഇവർ സ്റ്റോറിൽ പൂച്ച പെറ്റ് കിടക്കുന്നു. ഈ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഓണം വന്നിട്ട് പോലും, ഈ വാസ്തവം പറഞ്ഞാൽ ഈ ഓണം വന്നാലും ഉണ്ണി പറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ എന്ന് പറയുന്നത് പോലെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തില് മലയാളികൾക്ക്, കേരളത്തിൽ താമസിക്കുന്നവർക്ക്, കേരളത്തിൽ ജീവിക്കുന്നവർക്ക് അനുഭവപ്പെടുന്നു. അതെ, അപ്പം ഈ ജനകീയ വിഷയങ്ങളിലേക്ക് പോകാൻ എന്താ? അത് ചെയ്തില്ല. ഈ CPMകാരോ അല്ലെങ്കിൽ LDFകാരോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ പറയണം, ഞങ്ങൾക്ക് ജനകീയ വിഷയങ്ങളുണ്ട്, പോവാൻ പറ എന്ന് പറഞ്ഞിട്ട് ജനകീയ വിഷയങ്ങൾ ഉയർത്തി കാണിക്കണം. നിങ്ങൾ ഇത് എന്ത് പരിഹാരം ചെയ്തു എന്ന് എണ്ണി എണ്ണി ചോദിക്കാൻ കഴിയണം. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം നോക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ വിദ്വാൻമാരും വന്നിട്ട് എന്താണ് അവിടെ സംസാരിച്ചത്? നമ്മുടെ സൈദ്ധാന്തിക ആചാര്യനായ MA ബേബി ഉൾപ്പെടെയുള്ളവർ, അങ്ങ് ഗാസയിലും മനുഷ്യക്കുരുതി നടക്കുന്നു, ഹമാസ് അല്ലേ എന്നൊക്കെ പറഞ്ഞുണ്ട്. അവിടെ ജനകീയ വിഷയം സംസാരിച്ച ഒരാളുണ്ടായിരുന്നു, PV അൻവർ. വന്യമൃഗശല്യം, അതെ, 10-20,000 വോട്ടും കിട്ടി. വന്യമൃഗശല്യം അതിരൂക്ഷമാണ് എന്ന് പറഞ്ഞ് സംസാരിച്ചു അദ്ദേഹം. അപ്പോൾ ഇനിയിപ്പോ നോക്കിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഈ വിഷയങ്ങളൊന്നും അല്ല വരുന്നത്. ഈ തരത്തിലുള്ള ലൈംഗിക അപവാദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നതാണ്. പണ്ട് കാലത്ത് ഈ ഉണ്ടായിരുന്ന ഈ ചില മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതെ, പിന്നെ എന്താണ്, EMSന് EM പൂശി ഇയൽ പോലെ വിറപ്പിക്കും, ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങള് വ്യക്തിപരമായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ അത് എല്ലാ പക്ഷത്തുള്ളവരും ആസ്വദിക്കുമായിരുന്നു. പിന്നെ ഒരു ക്രൂരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, AK ഗോപാലൻ വളരെ അതീവ ഗുരുതരമായിട്ട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന സമയത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്നേരം എതിർപക്ഷക്കാർ വിളിച്ചു, കാലം വന്ന് വിളിച്ചിട്ടും കോവാല നീ എന്തേ പോകാത്ത. അത് ഇത്തിരി ക്രൂരതയായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങളിൽ അപവാദങ്ങളാണ്, വളരെ കുറച്ചേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അവരെല്ലാവരും ഒരേ വേദികളിലൊക്കെ വരികയും ഒക്കെ ചെയ്യും. അച്യുതമേനോന് EMSന് 2 ചേരിയിൽ നിന്നിട്ടില്ലേ? അവര് ഒന്നിച്ച് കൈ കൊടുത്തിട്ടില്ലേ? കെ കരുണാകരനും കെ നയനാരും 2 ചേരിയിലായിരുന്നു. പക്ഷെ എന്ത് വലിയ സൗഹൃദമായിരുന്നു അവർ. പിന്നെ ഈ കരുണാകരൻ സുഖമില്ലാതിരുന്ന സമയത്ത് കരുണാകരനെ കാണാനായിട്ട് നയനാര് വരുന്നു, നയനാര് സുഖമില്ലാതെ കിടക്കുമ്പോൾ കരുണാകരൻ കാണാൻ പോകും. നയനാര് രണ്ടുപേരുടെയും കുടുംബാംഗങ്ങൾ തമ്മിൽ വലിയ സൗഹൃദം. തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹത്തിന് ചില ഉപദേശങ്ങള്, മരുന്നും മന്ത്രങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു. ഇതിപ്പം
ചെളി വാരി എറിയുക, പിന്നെ കുളിച്ചാലും തേച്ചാലും പോകാത്ത തരത്തിലുള്ള ചെളി അസഭ്യം കൊണ്ട് നിറയുന്ന ഒന്നായിട്ട് രാഷ്ട്രീയം മാറുകയാണ്. അവിടെ ഒരു പക്വതയോടെ കെ മുരളീധരൻ സംസാരിക്കുന്നു എന്നാണ്. അല്ല, മുരളീധരൻ ഒരുപാട് മാറിപ്പോയെന്ന്. മുരളീധരന് രാഷ്ട്രീയം കണ്ടു പഠിച്ചു വന്ന ആളാണ്, എന്താണെന്ന് അറിയാം. ആദ്യകാലങ്ങളിലൊക്കെ മുരളീധരന് കഴിഞ്ഞില്ല, പരാജയപ്പെട്ടു. പക്ഷെ അതിൽ നിന്നൊക്കെ പഠിച്ചു വന്നു. വട്ടിയൂർക്കാവില് എന്ത് നല്ല ജനകീയനായി മാറി എന്നറിയാം. അവിടെ ജനങ്ങളുമായിട്ട് വലിയ ബന്ധമാണ്. പക്ഷെ പിന്നീട് മുരളീധരൻ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് കൈവിട്ടു പോയത്. അതുകൊണ്ടാണ് മുരളീധരൻ പറഞ്ഞത്, ഞാൻ ഇനി ഇങ്ങോട്ട് വട്ടിയൂർക്കാവിൽ എനിക്ക് വേണ്ട, ഞാൻ തോക്കും എന്ന് തീർത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മുരളീധരന് വലിയ മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും മുരളീധരൻ ശക്തമായ ഇടപെടല് നടത്തുന്നുണ്ട്. അതാണ് വേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവര് രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത്? ജനസേവനമാണ്. ജനങ്ങളുടേതായ ആവശ്യങ്ങൾ പരിഹരിക്കണം. അതിന് പറ്റുന്നില്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയമാണ് ഇവർ വരുന്നത്? അതാണ് മുരളീധരൻ പറഞ്ഞത്, ഇത് സർട്ടിഫിക്കറ്റ് പടം പോലെയാണോ എന്നുള്ളത്. വളരെ ശരിയാണ് ആ ചോദ്യം. വളരെ ബുദ്ധിപരമായി പരസ്പരം വിഴുപ്പലക്കാനുള്ളതല്ല രാഷ്ട്രീയം. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും ഒക്കെയാണ് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത്. പരസ്പരം ഈ ഇത്തരം എന്താ പറയാ, ഒരർത്ഥത്തിൽ പറഞ്ഞ ഈ വേണ്ടാത്ത വർത്തമാനങ്ങൾ, എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതലായി ഇത്തിരി രൂക്ഷമായത് 2011 ശേഷമാണ്. അതെ, സോളാർ അത് മുതൽ ഇങ്ങോട്ട്, പിന്നീട് ഇങ്ങോട്ട് വന്നു സ്വപ്ന. സർ, അതിനു മുമ്പും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് VS സർക്കാരിന്റെ കാലത്ത് പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ PJ ജോസഫിന്റെ കൈ ഒരു സ്ത്രീയുടെ ദേഹത്ത് മുട്ടി, അതിനെ ചൊല്ലി. പക്ഷെ ആ വിവാദമൊക്കെ വളരെ പെട്ടെന്ന് കെട്ടടങ്ങി. കാരണം അദ്ദേഹം രാജിവെക്കുകയും മാറി നിൽക്കുകയും അന്വേഷണം നടക്കുകയും അതിന് മറുപടിയായിട്ട് മറ്റേ കക്ഷി നിങ്ങളുടെ നേതാവ് ഇങ്ങനെ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുമ്പോൾ എന്നും പറഞ്ഞു ഒന്നും എടുത്തുകൊണ്ട് വന്നില്ല. അതെ, ആരും എടുത്തുകൊണ്ട് വന്നില്ല. അപ്പൊ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ അത്തരം ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇങ്ങനെ ഇതൊരു തുടർ പ്രക്രിയയായി ഈ രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന തരത്തിലേക്ക് അതിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ദൃശ്യമാധ്യമങ്ങൾക്കും പങ്കുണ്ട്. അവരും ഈ വിഷയം ആളി കത്തിക്കാനും റേറ്റിംഗ് കൂട്ടാൻ ചെയ്യാവുന്ന പണിയെല്ലാം ഓവർ ടൈം ജോലി കലർത്തി കൊടുക്കുക. എന്നിട്ട് ഈ പരസ്പരം എതിരാളികളെ വീഴ്ത്താൻ വേണ്ടി അതിന് കൂട്ടു നിൽക്കുക, രാഷ്ട്രീയ എതിരാളികളെ പണി വയ്ക്കാനായിട്ട് അതിന് കൂട്ടു നിൽക്കുക. ഇതെല്ലാം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ദൃശ്യമാധ്യമങ്ങളുടെ ഉൾപ്പെടെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. എന്നാൽ ഈ ഒരു ഭരണം ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുക. ഈ സമയത്തെന്നാൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ എന്തെല്ലാം നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് രണ്ട് പക്ഷത്തെയും ഇരുത്തിക്കൊണ്ടൊരു വാഗ്വാദത്തിന്, ഒരു സംവാദത്തിന് ഇവർ ആരും ചെയ്യിക്കുന്നില്ലല്ലോ. ഇതൊക്കെയാണ് ആവശ്യം. ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വരണം. വളരെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വേണം രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ളതല്ല. ഇത് തീരെ തരം താഴുന്ന ഒന്നായി മാറുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ജനങ്ങൾ ഇതിന് അത്തരത്തിൽ കണ്ടായിരിക്കും തിരികെ ഇവർക്ക് തെരഞ്ഞെടുപ്പിലും കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ ജനം കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് CPM-നകത്ത് ഇത്ര പേരുണ്ട്, ആരാണ് തീവ്രത കൂടിയ CPM-നകത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇത്രയും പേരുടെ ഒരു ഫ്ലെക്സ് തന്നെ വെച്ചിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് ഇത്രയും ഇല്ല. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അതെ. അപ്പൊ ഇതല്ല കമ്പയർ ചെയ്യേണ്ടത്, നാടിന്റെ വികസന കാര്യങ്ങളാണ്. ഞാൻ നരേന്ദ്രമോദി ഈ ചെങ്കോട്ടയിലെ പ്രഭാഷണത്തിലാണോ മൻ കി ബാത്തിലാണോ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഊർജം പാഴാക്കാതിരിക്കുക, നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന ഒരു സെന്റൻസ് ഞാൻ വായിച്ചത് ഓർമ്മയുണ്ട്. അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും ആരും എടുത്തില്ല. പക്ഷെ അദ്ദേഹം പറയുന്നതിലെല്ലാം കാര്യമായി എടുക്കേണ്ടത് തന്നെയാണ്. അപ്പൊ ഇതല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കുറ്റം പറച്ചിലും. അതെ, അവിടെ ഒരു വേറിട്ട സ്വരം കേട്ടു കെ മുരളീധരന്റെ. അതാണ്